നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു നാടൻ പലഹാരമായ വയനയിലയപ്പമാണ്. കുമ്പിളപ്പമെന്നും തെരളിയപ്പമെന്നുമൊക്കെ ഇത് അറിയപ്പെടും. വളരെ ടേസ്റ്റിയായ ഒരു നാടൻ പലഹാരമാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വയനയിലയപ്പം തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് വയനയിലയാണ്. ഞാനിവിടെ നല്ല ഫ്രഷായ വയനയില എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചാണ് വയനയിലയപ്പം ഉണ്ടാക്കുന്നത്. അരിപ്പൊടിയിലും വയനയിലയപ്പം ഉണ്ടാക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര ഉരുക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 300 ഗ്രാം ശർക്കരയുണ്ട്. ശർക്കര ചേർക്കുന്നത് അവരവരുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായി കുഴച്ച് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ നന്നായി കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 6-7 പാളയംതോടൻ പഴം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം പഴം കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. പഴം ചേർക്കാതെയും വയനയിലയപ്പം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ പഴം ഇതുപോലെ മാവിലേക്ക് ഞവടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഴവും കൂടി ചേർത്ത് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വയനയില എടുത്ത് കുമ്പിള് കുത്തി അതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഈർക്കിലി കൊണ്ട് കുമ്പിളി കുത്താം. ഇവിടെ എനിക്ക് ഈർക്കിലി കിട്ടാനില്ല. ഞാനിതുപോലെ മടക്കി വെച്ചിട്ട് കുമ്പിളി കുത്തുകയാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി മാവ് ചേർത്ത് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. ഇനി ബാക്കി എല്ലാ വയനയിലയും ഇതുപോലെ കുമ്പിളി കുത്തി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാ വയനയിലയും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വയനയിലയപ്പം എല്ലാം നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. ആ വയനയിലയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.